കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് മത്തി വെട്ടി വൃത്തിയാക്കിയിട്ട് പീര വെക്കാം കേട്ടോ. ഇതാ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു. മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചട്ടിയിലേക്ക് ചെറിയുള്ളി, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമ്മുടെ ഇവിടെ തന്നെയുള്ള കാന്താരി മുളക്, കുറച്ച് തേങ്ങ, കുടംപുളി, ഇനി കുറച്ച് വെള്ളവും എണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ആക്കട്ടെ കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് അടുപ്പ് കത്തിച്ചു, അടുപ്പിലേക്ക് വെച്ചു. ഇനി നമുക്ക് ഓരോ മീനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കാം കേട്ടോ. കുറച്ചും കൂടി എനിക്ക് കാന്താരി ഇട്ടപ്പോഴാണ് ടേസ്റ്റ് തോന്നിയത്. കാന്താരി ഇട്ട് വെക്കുന്ന സമയത്ത് നല്ല ഉപ്പും പുളിയും പിടിക്കുന്ന സമയത്ത് നല്ല രസമാണ് പീര. ആവശ്യത്തിനുള്ള ഈ മീൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ടിത് നമുക്ക് നല്ലോണം മീൻ പറ്റിച്ചെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് ഇതാക്കിയെടുക്കാം. ഇന്ന് ഉച്ചക്കലത്തെ ഊണിനുള്ള കറിയാണ് കേട്ടോ. പിന്നെ മീൻ വറക്കാനുണ്ട്, കുറച്ച് ചിക്കൻ കറിയും കൂടി ഉണ്ട് കേട്ടോ. മീൻ പീരയൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കലത്തേക്ക് മീൻ പീര, ഞാൻ അന്നിട്ട അച്ചാറ്, മീൻ വറുത്തത്. എല്ലാവരുടെ വീട്ടിൽ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ.